BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വാനോളം. കേരളത്തിൽ നിന്ന് ശക്തമായ രാഷ്ട്രീയ വ്യതിയാനം വെളിവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. അതിന് ഞങ്ങളുടെ ബാക്ക് ബോൺ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ശ്രീ നരേന്ദ്രമോദി. ആ ഒരു സിമ്പൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ. രാഷ്ട്രത്തിന്റെ പുരോഗതി തടയിടുന്നവരുടെ കേരളത്തിനും പൂർണ്ണമായും സംസ്ഥാനങ്ങൾ ലഭിക്കണമെന്ന് പറയുന്ന ഉന്നം വെച്ച് അതീതമായി വർഷത്തേക്ക് നടത്തും എന്ന് പറയുന്ന വിശ്വാസം തീർച്ചയായിട്ടും ഭാരതീയയുടെ ഒരു പാർലമെന്റ് ഗണ്യമായ രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വർദ്ധിപ്പിക്കും എന്ന് തന്നെ സ്വയം രാജ്യത്തിന്റെ പ്രധാന സേവകൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തെ വികസനത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ലോകത്ത് ഒരേ ഒരു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിജിയാണ് ഇന്ന് നമ്മളെ കാണാൻ, നമ്മളോട് സംവദിക്കാൻ ഈ തിരുവനന്തപുരത്തിന്റെ പരിപാവനമായ മണ്ണിലേക്ക് എത്തുന്നത്. വിജയം മാത്രം സമ്മാനിക്കണേ. ലോകത്ത് ഏറ്റവും അഭിമാനമുള്ള ജനത അതാരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ, നമ്മൾ ഭാരതീയർ. ലോകത്തെ ഏറ്റവും ആരാധ്യനായ നേതാവ് ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ, ഭാരതത്തിന്റെ സ്വന്തം നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വരുന്നു. ഹൃദയത്തിലോ മനസ്സിലോ വികസനത്തിന്റെ മാലിന്യ വർണ്ണങ്ങളുള്ള സ്വപ്നങ്ങൾക്ക് ചിന്തയുടെ തീച്ചുളയിലേക്ക് സ്ഫുടം നൽകിക്കൊണ്ട് വികസനത്തിന്റെ അവസാന വാക്കായി മാറിയ ഭാരത സർക്കാരിന്റെ അഭിവന്ദ്യ നേതാവാണ് നരേന്ദ്രമോദിജി ഇന്ന് നമ്മോടൊപ്പം എത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരത്തെ പ്രസംഗിച്ച ശ്രീ സുരേഷ് നിങ്ങളോട് പറഞ്ഞു. കേരളം പോലെയുള്ള ദൂരം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഏതാണ്ട് 60 വർഷക്കാലം നരേന്ദ്രമോദി 6 പതിറ്റാണ്ട് ചെറിയൊരു കാലഘട്ടമല്ല. ഒരു പിടി ഇവിടെ ഭരിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഒരു പുറകോട്ട് ഭാരതത്തിന്റെ വളർച്ചയെ ഒരു ബോൺസായി ചെടിയെ പോലെയാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിന്റെ ഉള്ളിൽ ചെടിച്ചട്ടിയിൽ വളർത്തി കുറുകി മാത്രം വലുതാവുന്ന ബോൺസായി വളർത്തും. ആ ബോൺസായി വളർത്തിയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ 6 ദശകത്തോളം ഭാരതം അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാർ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വനവൃക്ഷത്തിന്റെ വിശാലതയിലേക്ക് ഭാരതത്തെ വളർത്തിയെടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. ശ്രമമാണ്. പക്ഷേ ലോകത്തിന്റെ ആധ്യാത്മികവും ശാരീരികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് വേണ്ട ഒരൊറ്റ മൂലികയാണ് യോഗ. ആ യോഗ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. അദ്ദേഹം ആദ്യം പ്രാധാന്യം കൊടുത്തത് ദേശ സുരക്ഷയ്ക്കാണ്. ചവിട്ടി നിൽക്കുന്ന മണ്ണിന് ഉറപ്പുണ്ടെങ്കിലേ അവിടെ വികസനം സാധ്യമാകൂ എന്നറിഞ്ഞുകൊണ്ട് രാജ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഭാരതത്തിന്റെ വികസനത്തിന്റെ പടിപടിയായിട്ടുള്ള വളർച്ച നരേന്ദ്രമോദി സാധിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കൊണ്ട് വിസ്മയകരമായ ഒരു തേരോട്ടമാണ് മോദി നടത്തിയത്. അല്ലെങ്കിൽ സമ്മതിദായക കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ 8 മന്ത്രിമാരുണ്ടായിരുന്നു. കോൺഗ്രസ് മന്ത്രിമാര് ഇവർ ആകാശയാത്ര നടത്തിയപ്പോൾ താഴെ തട്ടിലുള്ള ജനങ്ങളെ കണ്ടോ? എല്ലാവരുടെയും അതിനുള്ള ഒരു റെയിൽ പാലങ്ങളിൽ വനവിസർജനം നടത്തിക്കൊണ്ടിരുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട ഭാരതീയരെ ഇവിടെ ഭരിച്ച കോൺഗ്രസുകാർ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനുള്ള സമയം ഇനിയില്ല. ശ്വാസകോശാർബുദത്തിലേക്ക് എത്തിയ പാവപ്പെട്ട
കോൺഗ്രസ്സുകാരുമുണ്ട്. അന്നേരം തോന്നിയത് റോട്ടി കപ്പട മക്കാനൊക്കെ അവസാനം സിനിമയായിട്ട് മാറി. നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു. അവസാനം ഇവിടുത്തെ സാധാരണക്കാർ പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത്. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസ് ഭരണം. അന്ന് അവസാനം ദൈവദശകത്തിൽ അന്നവസ്ത്രാദി നൽകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളല്ലേ പ്രചരിപ്പിച്ചത്. പാലിന് പകരം അരിവാള് കലക്കി കൊടുത്ത ദ്രോണപുത്രനെ പോലെ എതിരാളികളല്ലല്ലോ അവർ. പച്ചവെള്ളം കുടിച്ച് ഓരോ നിറച്ച ഒരു ജനതയുണ്ടായിരുന്നു എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കണ്ടില്ല. അത് ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ സ്ത്രീകളുടെ വിഷമങ്ങൾ കണ്ടില്ല. സാധ്യതല്ല ജയം ആർക്കാണെന്നുള്ളത് പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. താങ്ക് അവിടെ പിഴച്ചു തുടങ്ങിയതാണ് ഭാരതത്തിന്റെ പൂർവ്വകാലം എന്ന് നിങ്ങൾ ഓർക്കണം. നെഹ്റു പറഞ്ഞത്, സ്വയം അദ്ദേഹത്തെ കുറിച്ച് നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട്. ഐ ആം എൻ ഇംഗ്ലീഷ് ബൈ എഡ്യൂക്കേഷൻ, എ മുസ്ലിം ബൈ കൾച്ചർ ആൻഡ് എ ഹിന്ദു ബൈ ആക്സിഡന്റ്.